കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂരിന്റെ വേറിട്ട ശബ്ദം വീണ്ടും കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചിരിക്കുകയാണ്. പാർട്ടിയിലെ തന്റെ സ്ഥാനമാനങ്ങളോടുള്ള അതൃപ്തിയും കോൺഗ്രസിന്റെ പരമ്പരാഗത രാഷ്ട്രീയ രീതികളോടുള്ള വിയോജിപ്പും തരൂർ പരസ്യമാക്കിയത് അടുത്ത കാലത്തായി പതിവായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗവുമായ ശശി തരൂർ BJP-യിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ പോകാതെ എന്നാൽ സ്വന്തം അഭിപ്രായങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭിന്നസ്വരമായി നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സമീപനം കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന ഉപമ പോലെയായി മാറുന്നുണ്ടോ എന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം പ്രസക്തമാവുകയാണ്. തനിക്ക് ലഭിക്കുന്ന അംഗീകാരമില്ലായ്മയും എന്നാൽ പാർട്ടി വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യവും തിരിച്ചറിഞ്ഞാണ് തരൂർ തന്റെ രാഷ്ട്രീയ പടയൊരുക്കം ആരംഭിച്ചത്. കോൺഗ്രസിനെതിരെയും എന്നാൽ NDA സർക്കാരിന് അനുകൂലമായും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രിയങ്കരനായും തരൂർ നിലപാടെടുത്ത് മുന്നോട്ടു പോയി. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇന്ത്യൻ ഭാഗം ലോക രാജ്യങ്ങളിൽ അവതരിപ്പിക്കുന്നത് വരെ നീണ്ടു. ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന ലേഖനവുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ മംഗളം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ പുകയ്ക്കുന്ന പുതിയ സംഭവ വികാസം. രാഷ്ട്രീയത്തിലെ കുടുംബ ബാധ്യത്തെ രൂക്ഷമായി വിമർശിച്ച തരൂർ നെഹ്റു കുടുംബത്തെ പേരെടുത്ത് വിമർശിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ തരൂർ ഇത്തരം കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ടെന്നും അത് അധികാരത്തിലിരുന്ന വർഷങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്നും കൂട്ടിച്ചേർത്തു. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഉൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറയിടുന്നുണ്ടെന്നാണ് തരൂരിന്റെ പ്രധാന വിമർശനം. ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമായി ഒതുങ്ങുമെന്നും അദ്ദേഹം വാദിക്കുന്നു. കുടുംബാധിപത്യമുള്ളവർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഫലപ്രദമായി ഇടപഴകില്ലെന്നും മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ലെന്നും തരൂർ വിമർശിക്കുന്നു. കോൺഗ്രസിനെ കൂടാതെ ശിവസേന, സമാജ്വാദി പാർട്ടി, ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി, ശിരോമണി അകാലിദൾ, കാശ്മീരിലെ PDP, DMK തുടങ്ങിയ മറ്റ് പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയുടെ സ്ഥാപകൻ K. ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ നടക്കുന്ന പിന്തുടർച്ചാവകാശ പോരാട്ടവും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം എന്ന ജനാധിപത്യത്തിന്റെ വാഗ്ദാനം പൂർണ്ണമായി യാഥാർത്ഥ്യമാവില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നെന്നും തരൂർ വിലയിരുത്തി. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ലെന്നും ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കുടുംബവാഴ്ചയുടെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ചലനാത്മകതയുടെ കുറവാണ്. നേതൃത്വ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമല്ല. ചെറിയൊരു സംഘമോ ഒരു നേതാവോ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിലെ വ്യവസ്ഥയെ മാറ്റാൻ ഇവർക്ക് താല്പര്യവുമില്ല എന്നും തരൂർ കൂട്ടിച്ചേർത്തു. കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. സമീപകാലത്ത് നടന്ന പഠനത്തിൽ 149 കുടുംബങ്ങളിൽ നിന്ന് ഒന്നിലധികം അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും 11 കേന്ദ്രമന്ത്രിമാർക്കും 9 മുഖ്യമന്ത്രിമാർക്കും കുടുംബ ബന്ധങ്ങൾ ഉണ്ടെന്നുമുള്ള കണക്കുകൾ തരൂർ തന്റെ വാദത്തിന് ഒരു ബലമായി അവതരിപ്പിച്ചു. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൾക്കിടയിൽ 40 വയസ്സിൽ താഴെയുള്ള ഒരു ഇന്ത്യൻ MP-യും കുടുംബ ബന്ധങ്ങളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വിമർശിക്കുന്നു. തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. കോൺഗ്രസിനെതിരെ BJP വർഷങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ് ശശി തരൂരിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് BJPക്ക് മറ്റൊരു ആയുധം കൂടിയാണ്.
തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമായ തരൂരിന്റെ വിമർശനങ്ങളിൽ എന്തു നിലപാട് കൈക്കൊള്ളണമെന്ന ആശങ്കയിലാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഉള്ളത്. തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തായാൽ പോകുന്നത് BJP-യിലേക്കാണെന്ന് ധരിക്കാനാവില്ലെന്നും, കാരണം BJP-യുടെ ഹിന്ദുത്വ അജണ്ട തരൂരിന് ദഹിക്കില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. എന്നാൽ NDA-യുടെ ഘടക കക്ഷി എന്ന നിലയിൽ അധികാരം നേടാനായേക്കാം. ഒപ്പം കോൺഗ്രസിന്റെ ഐഡിയോളജിയും പിന്തുടരാം. ഇത് കണക്കുകൂട്ടിയുള്ള നീക്കമാണ് തരൂരിന്റേതെന്നും അതിനായുള്ള പടയൊരുക്കം അവസാന ഘട്ടം എത്തിയെന്നുമാണ് ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. ഉടൻ തന്നെ തരൂർ നേതാവായ ഒരു പാർട്ടി ഉണ്ടാകുമെന്നും STC ശശി തരൂർ കോൺഗ്രസ് എന്ന പേരിലാകുമോ പാർട്ടി രൂപീകരണം നടക്കുകയെന്നും ചർച്ചകൾ സജീവമാകുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തരൂരിനെ തള്ളണോ കൊള്ളണോ എന്നതിന് ഇനി അന്തിമ തീരുമാനം വേഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനും സാധിക്കും.